കൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി അസമിൽ നാളെ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. പുതുച്ചേരിയിലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഡേറ്റും തീരുമാനിച്ചു. കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രി ആയിട്ടില്ല. ആരെന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 8 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ നാണം കെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരെ ഇപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കെ സുധാകരനും കെ മുരളീധരനും VM സുധീരനും അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിലേക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. KCക്ക് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കുകയും വിട്ടുകൊടുക്കാതെ ചെന്നിത്തലയും സതീശനും നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നാളെ ഡൽഹിയിൽ നിർണായക ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എസ് നന്ദഗോപൻ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. നന്ദൻ, ദേ ഇവിടുന്ന് നേതാക്കൾ മുഴുവൻ കൂട്ടത്തോടെ അങ്ങോട്ട് വരികയാണ്. നാളെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ? നാളെയെങ്കിലും തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണുള്ളത്. എന്നാൽ നാളത്തെ യോഗത്തിലും ഏതെങ്കിലും തീരുമാനത്തിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനോ സാധിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ അത്തരം ചിന്തകൾ അനാവശ്യമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 3 നേതാക്കളും VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അമ്പിനും വില്ലിനും എടുക്കാത്ത സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. 3 പേരും അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിൽക്കുകയാണ്. തന്നോടൊപ്പം തന്നെയാണ് മറ്റ് സഖ്യകക്ഷികളെന്ന് VD സതീശൻ അവകാശപ്പെടുമ്പോൾ താനാണ് സീനിയർ നേതാവെന്നും തനിക്ക് ആ സീനിയോറിറ്റിയുടെ പരിഗണന ലഭിക്കണമെന്നും രമേശ് ചെന്നിത്തല വീണ്ടും ആവർത്തിക്കുന്നു. അതേസമയം KC വേണുഗോപാലാട്ടെ സംഘടനാ പാടവവും അതേപോലെ തന്നെ ഇതുവരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ ചാണക്യനാണ് താൻ, അല്ലെങ്കിൽ അത്തരം തന്ത്രങ്ങൾ മെനഞ്ഞത് താനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയും ഭരണ തുടർച്ച അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞും ഭരണ തുടർച്ച ആവശ്യമെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള അവകാശവാദവുമായാണ് KC വേണുഗോപാലും രംഗത്ത് നിൽക്കുന്നത്. മാത്രമല്ല ജനറൽ സെക്രട്ടറിമാർ, സംഘടനാ ജനറൽ സെക്രട്ടറിമാർ പലരും നേരത്തെയും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഗുലാം നബി ആസാദിനെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദമുഖങ്ങൾ നിരത്തുന്നത്. ഇന്നും പല ചർച്ചകളും AICC ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നു. രാഹുലും മല്ലികാർജ്ജുന ഖാർഗെയുമായി ചർച്ച നടത്തി. സോണിയയും പ്രിയങ്കയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. 4 നേതാക്കളും സോണിയയും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും അതേപോലെ തന്നെ രാഹുലും ചേർന്ന് ചർച്ച നടത്തി. എന്നിട്ടും ഇതിലൊരു സമവാക്യം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന് AICC നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല ഉള്ളതാണ്. ഇതിന് പിന്നാലെയാണ് 4 നേതാക്കളും ചേർന്ന് തീരുമാനിച്ചത് മുൻ അധ്യക്ഷന്മാരെ കൂടി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താമെന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരനോടും MM ഹസനോടും മുല്ലപ്പള്ളി രാമചന്ദ്രനോടും ഒക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തുവാൻ നാളെ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി AICC നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ആ യോഗത്തിൽ ഈ നേതാക്കളുടെ മുൻ അധ്യക്ഷന്മാരുടെ നിലപാട് എന്താണ് എന്നുള്ളത് AICC നേതൃത്വം ആരായും. അതിനുശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ ഈ മുൻ അധ്യക്ഷന്മാർ ആർക്കൊപ്പം നിലകൊള്ളുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. ഏതായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വാഭാവികമായും KC വേണുഗോപാലിൻ്റെ പേര് ഉയർത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സുധാകരനെ മത്സരരംഗത്തേക്ക് ഇറക്കാതിരിക്കുവാൻ വേണ്ടി നിർണായക പങ്ക് വഹിച്ച വ്യക്തി KC വേണുഗോപാലാണ് എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ തന്നെ ചില സൂചനകൾ അനൗദ്യോഗികമായി നൽകിയത്. MP മാർ മത്സരിക്കേണ്ട എന്നുള്ള നിലപാട് എടുത്തപ്പോൾ അതിന് ആഘാതം കൂട്ടിയത് അല്ലെങ്കിൽ അതിന് കൂടുതൽ അതിനെ ആ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വത്തെ എത്തിച്ചതിന് പിന്നിൽ KC വേണുഗോപാലിൻ്റെ കറുത്ത കൈകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സുധാകരൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനെ സുധാകരൻ അനുകൂലിക്കാൻ സാധ്യതയില്ല. മറ്റുള്ള നേതാക്കളുടെ നിലപാടുകൾ MM ഹസനാണേലും അതേപോലെ തന്നെ മുല്ലക്കരയുടെയൊക്കെ നിലപാടുകൾ മുല്ലപ്പള്ളിയുടെയൊക്കെ നിലപാടുകൾ ഇതിൽ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ വിഷയത്തിൽ സ്വാഭാവികമായും KC വേണുഗോപാലിനൊപ്പമാണ് AICC നേതൃത്വം എന്നുള്ളതാണ്. രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി, എന്ത് ദേശീയ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി KC വേണുഗോപാലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും AICC നേതൃത്വത്തിന് മുന്നിൽ അല്ലെങ്കിൽ നേതൃത്വം ഒരു പേരിലേക്ക് എത്തും എങ്കിൽ അത് KC വേണുഗോപാലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. AICC മല്ലികാർജ്ജുന ഖാർഗെ അടക്കം KC വേണുഗോപാലിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം VD സതീശനും രമേശ് ചെന്നിത്തലയും കൃത്യമായി തന്നെ അതിനെ ശക്തമായി എതിർക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. ഈ നിലപാടുകൾ ഇങ്ങനെ ആവർത്തിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് സഖ്യകക്ഷികൾ ലീഗിൻ്റെ MLA മാരടക്കം പരസ്യമായി ചോദിച്ചു തുടങ്ങി എവിടെ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം. പല MLA മാരും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് അവർക്ക് പൊതുപരിപാടികളിൽ പോലും പോകാൻ
സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. സ്ത്രീകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമുഖങ്ങൾ ഉയർത്തുന്നു. എന്തിനാണ് തങ്ങളെ കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യിച്ചത് എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നു എന്നുള്ളതാണ് ലീഗ് MLA-മാർ അടക്കം ഉയർത്തുന്നത്. ഏതായാലും സഖ്യകക്ഷികൾക്ക് ഇതിൽ കൃത്യമായി തന്നെ ഉള്ള എതിർപ്പ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഏതാണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഫലം വന്നത്. ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിൽ കൃത്യമായ എതിർപ്പുകൾ RSPക്കും അതേപോലെ തന്നെ ലീഗിനും അടക്കം ഉണ്ട്. അത് AICC നേതൃത്വത്തിന് മുന്നിൽ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല AICC നേതൃത്വം ഇതിനോടകം മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി അനൗദ്യോഗികമായ ചില ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. AICC നേതൃത്വം തീരുമാനിക്കുന്ന നിലപാടുകളോട് ഒത്തുചേർന്ന് പോകാമെന്ന് ഇതിനോടകം ലീഗ് അടക്കമുള്ള കക്ഷികൾ AICC നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താകും എന്നുള്ളത്, അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താകും എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക. അത് തന്നെയാണ് നന്ദൻ, കൃത്യമായ പോയിന്റിലേക്കാണ് നന്ദൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്.